ശ്രീ ജോസ് തെറ്റയിൽ എന്തായാലും NDAയ്ക്കൊപ്പം ഇല്ല, കേരളത്തിൽ JDS എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇടതു മുന്നണിക്കൊപ്പമാകുമെന്നുള്ള കാര്യം നിങ്ങളൊക്കെയും ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിനുള്ള വിശദീകരണത്തിൽ നമുക്ക് ആദ്യം തുടങ്ങാം. ഇത് ബോധപൂർവം പാർട്ടിയെ അപമാനിക്കാനും നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താനും നടന്നിട്ടുള്ളൊരു ഗൂഢമായ ശ്രമമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. സ്വാഭാവികമായും കേരളത്തിൽ JDSനെ കുറിച്ച് അറിയാവുന്ന ആരും തന്നെ ഇത് വിശ്വസിക്കാനും പോണില്ല. തന്നെയുമല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ശക്തമായി എതിർക്കുന്നത് BJP നേതൃത്വം കൊടുക്കുന്ന NDA ആണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു പ്രചാരണത്തിന് വേണ്ടി ഒരു ഉപാധി കണ്ടെത്തിയത് തന്നെ ഒരു സംശയാസ്പദമായ സംഗതി തന്നെയാണ്. തന്നെയുമല്ല, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണത്. അതുപോലെ തന്നെ ഇത് അവർ നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങളൊക്കെ തന്നെ എനിക്ക് ഞങ്ങളുടെ അറിവിനോടത്തോളം അവിടുത്തെ JDSകാർ എന്ത് പറയുന്നു എന്നറിയില്ല. പക്ഷേ ആരും അങ്ങനെ അറിയാവുന്ന ഒരാൾ അങ്ങനെ ചെയ്യും ഞങ്ങൾ കണക്കാക്കുന്നില്ല. അതുപോലെ തന്നെ JDSൻ്റെ കർണാടക സംസ്ഥ അവിടുത്തെ ഘടകം, ഞങ്ങളുടെ ഘടകവുമായി ബന്ധമില്ല, അവിടുത്തെ ഘടകം അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോ അല്ലെങ്കിൽ അല്ലാതെയുള്ള മറ്റ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ, കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ NDAക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ബോധപൂർവം നടത്തുന്ന ഒരു ശ്രമമാണത്. അത് കാരണം അപകീർത്തിപ്പെടുത്തുക. പിന്നെ മാത്രമല്ല, JDSനെ BJPയിലേക്ക് തള്ളിവിട്ടത് അങ്ങ് മുൻപ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുമ്പോഴും ശരിയാണ്, കർണാടകയിൽ അത് തീർത്തും അപ്രസക്തമായിരിക്കും. പക്ഷേ അത് കേരളത്തിലേക്ക് വരുമ്പോൾ അത്ര നിസ്സാരമായിരിക്കും. അത് വലിയ രാഷ്ട്രീയ ചർച്ചയാകുമെന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. അപ്പോൾ അതിനെ എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? പാർട്ടി അതിൽ എന്ത് വിശദീകരണം നൽകും? അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻ വ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ മുൻ പ്രതീക്ഷകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളത്തിൽ മുന്നേറുകയാണെന്നുള്ളൊരു ബോധ്യം കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ NDAയ്ക്കും കേരളത്തിൽ ഉള്ള സ്ഥിതി നേരത്തെ അവർ പറഞ്ഞതിനേക്കാൾ പിറകോട്ടാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ JDSനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു ശ്രമം ഇതിനകത്ത് ഉണ്ട്. അതൊരു അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും കൂടിയിട്ടാണത്. കാരണം ഞങ്ങൾ ഡീമോറലൈസ് ചെയ്യുക എന്നുള്ളൊരു പേരിലാണത്. അത് സ്വാഭാവികമായും ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ഞാൻ അന്ന് പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നു. അതായത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട്, കോൺഗ്രസിൻ്റെ അഹങ്കാരം, കോൺഗ്രസിൻ്റെ നിർബന്ധ ബുദ്ധി ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ള ഇന്ത്യ മുന്നണിയെ എങ്ങനെ ബാധിക്കുന്നുവോ അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ്സിന് മാത്രമാണ്. കാരണം ഒരു നല്ലൊരു അനുകൂലമായ കാലാവസ്ഥ NDAക്കെതിരായി അല്ലെങ്കിൽ BJPക്കെതിരായിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ എന്നുള്ളതാണ്, അങ്ങേ പോലുള്ള നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് മന്ത്രി K കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോട്ടോയാണുള്ളത്. അത് ജനങ്ങളെ വിശദീകരിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ചിത്രം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ട്, അവിടെ നമുക്ക് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കാര്യമുണ്ടാകുമോ? അല്ല, അതിന് ഞങ്ങൾക്ക് മറുപടി ഉണ്ട്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പെറ്റീഷൻ കൊടുക്കുക. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പെറ്റീഷൻ കൊടുക്കും ഈ കാര്യത്തെക്കുറിച്ച്. കാരണം ഇതുപോലെ നിരുത്തരവാദമായി അല്ലെങ്കിൽ ഗൂഢമായി നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള നിയമ നടപടിയിലേക്ക് പോകും. ഇലക്ഷൻ കമ്മീഷനെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ JDSന്റെ ഭാഗത്ത് ഉണ്ടാകും. നമുക്ക്